Good morning all. Supporting the thesis statement with evidence എന്ന ടോപ്പിക്കിൽ ഫസ്റ്റ് പാരഗ്രാഫ് ആയിരുന്നു നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അതിൽ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സപ്പോർട്ടിംഗ് എ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് എവിഡൻസ്. ഒരു തീസിസ് സ്റ്റേറ്റ്മെൻറ്റിൽ എവിഡൻസ് ഉപയോഗിക്കുന്നതിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് ശ്രദ്ധിക്കുക. The source of your evidence are usually categorized as primary and secondary. നമ്മുടെ വാദം അംഗീകരിക്കുന്ന രീതിയിൽ, നമ്മുടെ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് അംഗീകരിക്കാൻ ഉതകുന്ന രീതിയിലുള്ള എവിഡൻസസ് നൽകേണ്ടിയിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലോ. ഈ എവിഡൻസസ് രണ്ട് രീതിയിലാണുള്ളത്. ഏതെല്ലാം രീതിയിലാണ്? പ്രൈമറി ആൻഡ് സെക്കൻഡറി, കാറ്റഗറൈസ്ഡ് ആസ് പ്രൈമറി ആൻഡ് സെക്കൻഡറി. പ്രൈമറി എന്നും സെക്കൻഡറി എന്നും രണ്ട് രീതിയിലാണ് നമ്മൾ ഈ എവിഡൻസസിനെ തരംതിരിച്ചിട്ടുള്ളത്. പ്രൈമറി എവിഡൻസ് എന്ന് പറയുമ്പോൾ, ഇപ്പം നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് പ്രൈമറി ആയി കണക്കാക്കാം. എന്നാൽ ഈ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് ഞാൻ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് നൽകുന്ന നോട്ടിനെ സെക്കൻഡറി ആയി കണക്കാക്കാം. ഒന്നുകൂടി പറയാം. നമ്മൾ ഉപയോഗിക്കുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഈ ടെസ്റ്റിനെ നമുക്ക് പ്രൈമറി ആയിട്ട് കണക്കാക്കാം. കാരണം ഇത് ഒറിജിനൽ ടെസ്റ്റാണ്. ഓക്കെ, ഇനി ഞാനിത് വായിച്ച് തയ്യാറാക്കി നിങ്ങൾക്ക് നൽകുന്ന നോട്ട് എന്ന് പറയുന്നത് അത് സെക്കൻഡറി ആണ്. ആ ഒറിജിനൽ ടെസ്റ്റിൽ നിന്നും ആസ് എ പേഴ്സൺ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ എൻ്റെ നോട്ടിലൂടെ തരുന്നത്. അപ്പോൾ ഒറിജിനൽ ടെസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു വ്യക്തി തയ്യാറാക്കപ്പെട്ടതാണ് ആ നോട്ട്. അതെന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡറി ആണ്. ഓക്കെ, അപ്പോൾ പ്രൈമറി എവിഡൻസ് എന്ന് പറയുന്നത് ഒറിജിനൽ ടെസ്റ്റിനെയാണ് നമ്മൾ പ്രൈമറി എവിഡൻസ് എന്ന് പറയുന്നത്. നിങ്ങളൊരു നോവലിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ നോവലാണ് പ്രൈമറി എവിഡൻസ് എന്ന് പറയുന്നത്. ആ ഒറിജിനൽ നോവലിനെയാണ് നമ്മൾ പ്രൈമറി എവിഡൻസ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാം, ആ നോവലിനെ കുറിച്ചിട്ട് ഒരുപാട് ആളുകൾ വിമർശനങ്ങളും കാര്യങ്ങളും ലേഖനങ്ങളും എല്ലാം എഴുതിയിട്ടുള്ളത് അല്ലേ. മറ്റ് ഓതേഴ്സ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള നോവലിനെ കുറിച്ചിട്ട് ലേഖനങ്ങളും കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ടായിരിക്കും. അവയെല്ലാം നമുക്ക് സെക്കൻഡറി എവിഡൻസ് ആയിട്ടാണ് കണക്കാക്കാൻ പറ്റുന്നത്. ഒറിജിനൽ ടെസ്റ്റിനെ നമ്മൾ പ്രൈമറി എവിഡൻസ് എന്നും, അതുപോലെ തന്നെ ആ ഒറിജിനൽ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ട് റിലേറ്റഡ് ആയിട്ട് കിടക്കുന്ന മറ്റ് റൈറ്റിങ്സിനെ എല്ലാം നമ്മൾ സെക്കൻഡറി എവിഡൻസ് എന്നുമാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, the primary sources are the original or first sources which you refer to in your essay. നമ്മൾ പറഞ്ഞ കാര്യമാണ്. പ്രൈമറി സോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറിജിനൽ അല്ലെങ്കിൽ ഫസ്റ്റ് പബ്ലിഷ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ആ ഒരു ബുക്കിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു എന്താണോ അതിനെയാണ് നമ്മൾ പ്രൈമറി എവിഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ അരുന്ധതി റോയുടെ ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്നൊരു വർക്ക്, ആ വർക്ക് ആണ് ഫസ്റ്റ് പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആ വർക്കാണ് ഫസ്റ്റ് ഉണ്ടായിട്ടുള്ളത്. പിന്നീട് ആ വർക്കിനെ കുറിച്ച് വന്ന ലേഖനങ്ങളെല്ലാം ആ വർക്കിനെ ബേസ് ചെയ്തുകൊണ്ട് അതിന് ശേഷം നിർമ്മിക്കപ്പെട്ടവയാണ്. ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന ആ വർക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പിന്നീട് ഒട്ടേറെ ലേഖനങ്ങളും പഠനങ്ങളും എല്ലാം വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു എസ്സേ എഴുതുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു പ്രൊജക്റ്റ് എഴുതുമ്പോൾ അരുന്ധതി റോയുടെ ഒറിജിനൽ ടെക്സ്റ്റ് ബുക്കായ ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സും റെഫർ ചെയ്യും. അതേസമയം തന്നെ അതിനെ ബേസ് ചെയ്തുകൊണ്ട് എഴുതപ്പെട്ട മറ്റു ലേഖനങ്ങളും നമ്മൾ റെഫർ ചെയ്യും. ഇതിൽ പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? പ്രൈമറി എവിഡൻസ് എന്ന് പറയുന്നത് എന്താണ്? അരുന്ധതി റോയുടെ ആ നോവൽ ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന നോവലിനെയാണ്, ആ ഒറിജിനൽ ടെസ്റ്റിനെ അല്ലെങ്കിൽ ഫസ്റ്റ് ടെസ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്?
പ്രൈമറി എവിഡൻസ് അല്ലെങ്കിൽ പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് അതിന് ശേഷം എഴുതപ്പെട്ട എല്ലാ ലേഖനങ്ങളെയും അല്ലെങ്കിൽ എല്ലാ സ്റ്റഡീസിനെയും എല്ലാ മെറ്റീരിയൽസിനെയും നമ്മൾ സെക്കൻഡറി എവിഡൻസ് എന്നുമാണ് പറയുന്നത്. Then the next sentence. If your essay is on scientific experiment you have conducted, the outcome of your experiment can be considered primary evidence. If your essay is on a scientific experiment you have conducted, നിങ്ങൾ ചെയ്ത ഒരു സയൻറ്റിഫിക് എക്സ്പെരിമെൻറ്റ്, നമുക്കിപ്പോൾ റൈറ്റിംഗ് മാത്രമല്ലല്ലോ, എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് പഠനങ്ങൾ നടത്താം എല്ലാ മേഖലയിലും. സോ നിങ്ങളൊരു എക്സ്പെരിമെൻ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ the outcome of your experiment can be considered as primary evidence. ആ എക്സ്പെരിമെൻറ്റിലൂടെ നിങ്ങൾ കണ്ടെത്തിയ റിസൾട്ട്, നിങ്ങളൊരു പരീക്ഷണം ചെയ്തു, ആ പരീക്ഷണത്തിലൂടെ നിങ്ങൾ കണ്ടെത്തിയ റിസൾട്ട് എന്താണോ അതാണ് പ്രൈമറി എവിഡൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ കണ്ടെത്തിയ ഈ റിസൾട്ടിനെ കുറിച്ച് മറ്റുള്ളവർ എഴുതാം, മറ്റുള്ളവർ പരാമർശിക്കാം, അതെല്ലാം എന്താണ് സെക്കൻഡറി ആയിട്ടാണ് യൂസ് ചെയ്യുക. നിങ്ങളൊരു എക്സ്പെരിമെൻറ്റിലൂടെ എന്താണോ തെളിയിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ എന്താണോ നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് അതിനെ നമുക്ക് പ്രൈമറി എവിഡൻസ് ആയിട്ട് കണക്കാക്കാം. ഓക്കെ, ലൈക്ക് വൈസ് when you are writing an essay on a novel, the text of the novel is treated as primary source. Evidence drawn from the text of your study, example poems, movies, dramas, novels, stories are called textual evidence. അതായത് നമ്മൾ മുന്നേ പറഞ്ഞ കാര്യം തന്നെയാണ്. നിങ്ങളൊരു നോവലിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു എസ്സേ എഴുതുന്നുണ്ടെങ്കിൽ ആ നോവൽ, ആ ഒറിജിനൽ ടെക്സ്റ്റാണ് പ്രൈമറി എവിഡൻസ്. ബാക്കിയുള്ളവ എല്ലാം അതുമായിട്ട് റിലേറ്റഡ് ആയി വരുന്ന മറ്റ് സ്റ്റഡി മെറ്റീരിയൽസിനെല്ലാം നമുക്ക് സെക്കൻഡറി എവിഡൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ഈ പോയംസ്, മൂവീസ്, അതുപോലെ തന്നെ ഡ്രാമാസ്, നോവൽ, സ്റ്റോറീസ്, ഇവയെല്ലാം നമ്മൾ ടെക്സ്റ്റൽ എവിഡൻസ് എന്നാണ് വിളിക്കുന്നത്. ടെക്സ്റ്റൽ എവിഡൻസ്. ഓക്കെ, എക്സ്പേർട്ട് ഒപ്പീനിയൻസ് ഓൺ യുവർ ടോപ്പിക്, critical comments, reviews and other previous writings on your topic can be considered secondary sources which also contribute as evidence in support of your thesis. ഇനി എന്താണ് പറയുന്നത്, നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളൊരു വർക്ക്, ഞാൻ നേരത്തെ അരുന്ധതി റോയുടെ എക്സാമ്പിൾ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു വർക്ക്, ഏതെങ്കിലും ഒരു നോവലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വർക്ക് ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മളൊരു എസ്സേ തയ്യാറാക്കുന്നതെങ്കിൽ ആ ഒറിജിനൽ ടെക്സ്റ്റിനെ നമ്മൾ പ്രൈമറി എന്ന് പറയുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പം നിങ്ങൾ ഒരു ഒറിജിനൽ ടെക്സ്റ്റിനെ, ഒരു നോവലിനെ ബേസ് ചെയ്തുകൊണ്ടൊരു പ്രൊജക്റ്റ് തയ്യാറാക്കുന്ന പോലെ തന്നെ ഒരുപാട് പേര് ആ ഒരു വർക്കിനെ ബേസ് ചെയ്തുകൊണ്ട് പല പഠനങ്ങളും കാര്യങ്ങളും നടത്തിയിട്ടുണ്ടായിരിക്കും, പല ലേഖനങ്ങളും അതിനെക്കുറിച്ച് വന്നിട്ടുണ്ടായിരിക്കും അല്ലേ. സോ ആ ഒറിജിനൽ ടെക്സ്റ്റാണ് പ്രൈമറി എന്ന് പറയുന്നത്. ഇതേപോലെ നിങ്ങൾ എഴുതുന്നത് പോലെ മറ്റുള്ളവർ എഴുതപ്പെട്ട മെറ്റീരിയൽസിനെ എല്ലാം നമ്മൾ സെക്കൻഡറി എവിഡൻസ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഇതാണ് പ്രൈമറി എവിഡൻസും സെക്കൻഡറി എവിഡൻസും. നമ്മൾ തീസിസ് സ്റ്റേറ്റ്മെൻറ്റിൽ ഉപയോഗിക്കുന്ന എവിഡൻസ് രണ്ട് രീതിയിലുണ്ടെന്നാണ് പറഞ്ഞത്, പ്രൈമറി എവിഡൻസും സെക്കൻഡറി എവിഡൻസും. ഓക്കെ, ഇനി അടുത്തത് എന്താണ് പറയുന്നത്, അടുത്ത പാരഗ്രാഫിൽ നോക്കാം. Okay, listen. In order to present your thesis in a convincing manner, you may require ample evidence to support thesis statement. However, as discussed earlier, the reliability of your source need to be verified before using it as evidence in your thesis. The following is a list of sources for secondary materials in order of their importance. അതായത് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ നിങ്ങളുടെ തീസിസ് സ്റ്റേറ്റ്മെൻറ്റിനെ കൺവിൻസിങ് ആക്കണമെങ്കിൽ ആമ്പിൾ ആയിട്ടുള്ള, അനുയോജ്യമായിട്ടുള്ള എവിഡൻസസ് ഉപയോഗിക്കണം. അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എവിഡൻസ് ആയിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയലിൻ്റെ റിലയബിലിറ്റി, അത് എത്രത്തോളം ട്രസ്റ്റ് വർത്തി ആണ് അല്ലെങ്കിൽ എത്രത്തോളം അതിന് ക്വാളിറ്റി ഉണ്ട് എന്നെല്ലാം നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആ സോഴ്സ് റിലയബിൾ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തിട്ടും ഉണ്ടായിരിക്കണം. ഇനി ഇവിടെ നൽകിയിട്ടുള്ളത് സെക്കൻഡറി
മെറ്റീരിയൽസിൻ്റെ ഒരു ലിസ്റ്റാണ്. നോക്കാം. സ്കോളർലി ജേർണൽസ് ഇൻ യുവർ സബ്ജക്റ്റ്, ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ. ബുക്സ് പ്രിഫറബിളി പബ്ലിഷ്ഡ് ബൈ യൂണിവേഴ്സിറ്റി press. Scholarly essays from collegations. Interviews published in newspapers and magazines. അത്തരത്തിലുള്ള കുറച്ച് എക്സാമ്പിൾസ് ഓഫ് സെക്കൻഡറി മെറ്റീരിയൽസ് നമ്മുടെ പേജ് നമ്പർ 35 ആൻഡ് 36 നൽകിയിട്ടുണ്ട്. ഓക്കെ, ബാക്കി നിങ്ങൾ നോക്കുക. ദെൻ ഇനിയുടെ നമുക്ക് കാണാൻ കഴിയുന്നത് യു ആർ അൺലൈക്ലി ടു ഗെറ്റ് ഒതൻറ്റിക് മെറ്റീരിയൽസ് ഇൻ ദ ഫോളോവിങ് സോഴ്സസ്. ഇനി ഇവിടെ താഴെ പറയുന്ന സോഴ്സസിൽ നിന്നും നമ്മൾ എവിഡൻസ് യൂസ് ചെയ്യരുത്. നമ്മുടെ തീസിസ് സ്റ്റേറ്റ്മെൻറ്റിൽ സപ്പോർട്ടിംഗ് എവിഡൻസായി യൂസ് ചെയ്യാൻ അനുയോജ്യമല്ലാത്ത കാര്യങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. തൊട്ട് മുമ്പേ നമ്മൾ പറഞ്ഞ പോയിന്റ് എന്താണ്? റിലയബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് എവിഡൻസ് ആയിട്ട് യൂസ് ചെയ്യേണ്ടതെന്നാണ് അല്ലേ. അപ്പോൾ അത്തരത്തിൽ യൂസ് ചെയ്യാൻ അനുയോജ്യമല്ലാത്തവ ഏതൊക്കെയാണ് എന്നതും ഇവിടെ നൽകിയിട്ടുണ്ട്. നോക്കാം. Sites run by organization with some political agenda. അതിനു മുമ്പ് ഒരെണ്ണം ഉണ്ടായിരുന്നു. കൊമേഴ്ഷ്യൽ വെബ്സൈറ്റ്സ്. Sites run by organization with some political agenda. Social media, personal websites, blogs, tweets, self-published books, etc. തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ എവിഡൻസ് ആയിട്ട് നമ്മുടെ തീസിസ് സ്റ്റേറ്റ്മെൻറ്റിൽ യൂസ് ചെയ്യാൻ പാടുള്ളതല്ല. അതത്ര സ്യൂട്ടബിൾ അല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സപ്പോർട്ടിംഗ് ദ തീസിസ് സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ കവർ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു. തീസിസ് സ്റ്റേറ്റ്മെൻറ്റിൽ എവിഡൻസ് ഉപയോഗിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതിൻ്റെ ആവശ്യകത എന്താണ് എന്ന് നോക്കി. അതോടൊപ്പം എവിഡൻസ് 2 തരത്തിലുണ്ട് എന്നാണ് പറഞ്ഞത്. പ്രൈമറി എവിഡൻസ്, സെക്കൻഡറി എവിഡൻസ്. അപ്പോൾ എന്താണെന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്തു. ദെൻ സെക്കൻഡറി എവിഡൻസിന് കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു. അതോടൊപ്പം നമുക്ക് എവിഡൻസ് ആയിട്ട് ഉപയോഗിക്കാൻ പാടില്ലാത്ത, അനുയോജ്യമല്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നും നോക്കി. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇതോടെ ഈ ഒരു സെക്ഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം.